നല്ലൊരു മൽച്ചന്തേരി ഫാബ്രിക്കുള്ള ഒരു കളക്ഷൻ ആണ്. എല്ലാം യുണീക്ക് പീസസിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരുന്ന ഷെയ്ഡ്സ് ആണ്. ഭയങ്കര ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സുകൾ മാത്രമാണ് നമ്മളിതിൽ കൊണ്ടുവന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ്. അപ്പം നമുക്ക് വേഗം നോക്കാം. നല്ല ഒരു പിങ്ക് ആണ് ഫസ്റ്റ് കളർ വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഹെവി ആയിട്ട് നല്ല എംബ്രോയിഡറി, അതിനകത്ത് ഇങ്ങനെ ലേസ് വർക്കും കൂടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ബാക്കി കളേഴ്സ് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ വരും. അതിനകത്ത് ആ ഒരു ലേസ് വർക്കും കൂടെ വരുന്നുണ്ട്. ദുപ്പട്ട വരുമ്പം സെയിം മൽച്ചന്തേരി ഫാബ്രിക് തന്നെ, അതിലും ലേസ് വർക്ക് വരുന്നുണ്ട്, ബോർഡേഴ്സിലും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയും ഇതുപോലെ ലേസ് വർക്ക് വിത്ത് എംബ്രോയിഡറി പാറ്റേൺ ആണ് ലുക്ക്. ഗ്രീൻ ആണ്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇതും അധികം ഇല്ലാത്ത ഒരു ഗ്രീൻ ആണ്. നല്ലൊരു തെളിച്ചുള്ളൊരു പാരറ്റ് ഗ്രീൻ കളറാണ്. നമ്മളിതുവരെ ഈ ഒരു ചെറിയൊരു ടൂ ടോൺ ഉണ്ട് ഇതിൽ. ഇച്ചിരി വെറൈറ്റി സ്റ്റൈലാണ്. നമ്മളപ്പോൾ എന്നും നമ്മൾ മൽച്ചന്തയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്സ് പല വെറൈറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. എംബ്രോയിഡറി വിത്ത് ഹെവി ആയിട്ട് ഇതിൽ ലേസ് ആണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു ലെവൻഡർ പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. എല്ലാം കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. ഏത് കളർ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനേ വരുള്ളൂ. നല്ല ഷെയ്ഡ്സുകളാണ്. 1195 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം നോർമലി എംബ്രോയിഡറി വരുന്ന സെറ്റ്സിന് 1095 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ മൽച്ചന്തരി കാണിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മിനിമലാണ്. അതായത് ഇത് ചുമ്മാ ലേസിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുമല്ല, ഇതുണ്ട് ഇതിൻ്റെ അകത്തൂടെ വർക്ക് ചെയ്താണ്. അതായത് ഇവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തൂടെയാണ് ഈ ലേസ് വർക്ക് പോയിരിക്കുന്ന പാനൽ പോലെ. അപ്പം ഇച്ചിരി പണിയുള്ള വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതും രണ്ട് ലേസ് അല്ല പോയേക്കുന്നുണ്ടല്ലേ, സൈഡ്സിലോട്ട് വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ടയിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാൻഡ് ഓറഞ്ച് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. ദുപ്പട്ടയിലും ഹെവി ആയിട്ട് തന്നെ ആ ഒരു ലേസ് അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ, അതായത് അത് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ സ്റ്റിച്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ല. അപ്പോൾ ഇതെല്ലാം അഡീഷണൽ പണിയുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഹെവി ആയിട്ട് ലേസ് വർക്കാണ്. 1195 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഈ ഒരു കളർ പേസ്റ്റലായിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും പേസ്റ്റൽ അല്ല, നല്ലൊരു ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തേക്കുക. ആൻഡ് എംബ്രോയിഡറിയിൽ എല്ലാത്തിലും ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. നല്ല കളർഫുൾ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ കൊടുത്തേക്കുന്ന കോമ്പോസും മാറ്റിയിട്ടില്ല. പീച്ചും ഓണിയൻ പിങ്ക് പോലത്തെ കോമ്പോയും പിന്നെ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും ആ ലീഫിലും സ്റ്റെമ്മിലും യൂസ് ചെയ്തേക്കുക. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഏറ്റവും കംഫോർട്ടും പിന്നെ നമുക്ക് എന്നും റെഗുലർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. മൽച്ചന്തേരി ഫാബ്രിക്കിലാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട, കൂട്ടം സാൻഡൂൺ ഫാബ്രിക്കും. ഇത് നല്ലൊരു ഫാസ്റ്റ് സെല്ലിംഗ് കളറാണ്. അതായത് യെല്ലോയുടെ പല വേരിയൻസ് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. ഇതിലെ ഏറ്റവും നല്ല കളറായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. അതായത് എല്ലാവർക്കും ഷെയ്ഡും ആ ഒരു മൈൻകോ യെല്ലോ പോലത്തെ കളർ ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ഈ കളർ വീഡിയോയിൽ വളരെ ചേഞ്ച് ആണ് ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും കാണുക. നേരിട്ട് വരുമ്പോൾ അങ്ങനെയല്ല. കളർ ചേഞ്ച് പറഞ്ഞാൽ ഇതൊരു പീകോക്ക് ഗ്രീൻ്റെ അകത്ത് ഒരു ബ്ലൂവിൻ്റെ മിക്സും കൂടെ ഉള്ള ഒരു കളർ ഷെയ്ഡാണ്. ടോപ്പ് ദുപ്പട്ട എല്ലാം ഒരേ കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നല്ലൊരു വൈൻ റെഡ് അല്ലെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് റെഡ് അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഒരു കൈൻഡ് ഓഫ് അസോർട്ടഡ് ആണ്. എല്ലാം യുണീക്ക് പീസസിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. താങ്ക് യു.